ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ വല്ലാത്ത തരത്തിൽ പ്രചരിപ്പിക്കാൻ യു ഡി എഫ് പരിശ്രമിച്ചു. ഒരു ചെറിയ ഭാഗമെങ്കിലും അത് വീണിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. സി പി എം ഇടതുപക്ഷം അല്ലെ സി പി എം നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന തരത്തിൽ നടത്തിയ ക്യാമ്പയിനിൽ കുറച്ചാളുകളെങ്കിലും വീണിട്ടുള്ള വസ്തുതയാണ്. അതെല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടിൻ്റെ പൊതുവായ കണക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ടെന്നുള്ള വസ്തുണ്ട്. മൊത്തത്തിൽ ന്യൂനപക്ഷം നമുക്ക് എതിരാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പല മണ്ഡലങ്ങളും ഇപ്പോൾ ജയിച്ച മണ്ഡലം ജയിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ലഭിക്കേണ്ടതായ കുറച്ച് വോട്ടുകൾ തെറ്റിദ്ധാരണ മൂലം ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന തരത്തിൽ നമ്മളെന്തോ ഒരു ഭൂരിപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നതിനാണെന്ന തരത്തിലുള്ള ഒരു കൊണ്ടുപിടിച്ച ഒരു ക്യാമ്പയിൻ വലതുപക്ഷം നടത്തി. അത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പണാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. അത് പറയാതിരിക്കാൻ കഴിയില്ല. യു ഡി എഫിനും ബി ജെ പിക്കും എത്ര കോടികളാണ് കേരളത്തിൽ ഒഴുക്കിയത്. ഇതെല്ലാം ഒരു സമാന്തരമായ ഒരു പ്രത്യേക മാനേജ്മെൻറ്റ് സംവിധാനത്തിലാണ് ഈ പണം മുഴുവൻ കേരളത്തിൽ ഒഴുക്കി തെരഞ്ഞെടുപ്പ്. നമ്മൾ ഈ ചെങ്ങന്നൂരൊക്കെ ഞെട്ടിത്തരിച്ചു പോയി പണം ഒഴുകുന്നത് കണ്ട്. കാരണം നമുക്കൊരു പോസ്റ്റ് അടിക്കാൻ നമ്മൾ നാട്ടിൽ ആരുടെ നിന്ന് 10 രൂപ പിരിക്കാൻ നടക്കുമ്പോൾ ആ സമയത്ത് കോടിക്കണക്കിന് രൂപ ഒരു ആഴ്ച കൊണ്ട് അല്ല 2 ആഴ്ച കൊണ്ട് ഇവിടെ ചെലവഴിക്കുകയാണ് രണ്ട് മുന്നണിയും. നമ്മുടെ നാട്ടിൽ റോഡ് സൈഡിൽ ഇരിക്കുന്ന മയിൽക്കുറ്റിയെ വരെ പോയി കണ്ടിട്ട് അളിയ ചുമ്മാ ഇരിക്കേണ്ട 10 രൂപ പിടിച്ചോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ പണമൊഴുകി. ആ പണമൊഴുകിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തു. പണ്ട് കോൺഗ്രസ് അങ്ങനെ പണം ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരുന്നു. ഇന്നത് മാറി. ഏറ്റവും കൂടുതൽ പണം ബി ജെ പിയും കോൺഗ്രസും ഒഴുക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ മനസ്സിലാക്കിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്ത, ഉദാഹരണം മറ്റ് ചില മുന്നണിയിലെ ഘടകകക്ഷികൾ മത്സരിച്ച മണ്ഡലത്തിൽ വരെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. അപ്പോൾ പണാധിപത്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അത് നമ്മൾ ചെറുതായിട്ട് കാണരുത്. അത്രയും പണം ഒഴുക്കി വന്നപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിമിഷ നേരം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർ കഴിഞ്ഞു എന്നുള്ള വസ്തുതയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വികസനം വലിയ തരത്തിൽ നടത്തി ഗവൺമെൻറ്. പക്ഷേ പല മണ്ഡലങ്ങളിലും അത് വേണ്ടത്ര തരത്തിൽ ജനങ്ങൾ എത്തിക്കുന്നതിൽ വന്ന വീഴ്ചയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ജയിച്ചെന്ന് പറയുന്നത് നമ്മൾ നല്ല രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ നടത്തിയ വികസന പ്രവർത്തനം ഓരോ ഡോർ ടു ഡോർ ക്യാമ്പയിനിലൂടെ നമ്മൾ എത്തിച്ചു എന്നതിൻ്റെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്നാൽ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ വന്നോ? അത് നമ്മൾ സൂക്ഷ്മമായി നമ്മുടെ പാർട്ടി LDF പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ പലർക്കും അറിയില്ല എന്തൊക്കെ ചെയ്യുന്നുള്ളത്. പൊതുവായ വികസനം, കാരണം കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് 10 വയസ്സുള്ള ഒരാൾക്ക് ഇന്ന് 18 വയസ്സ് വോട്ടവകാശമായി. ആ 10 വയസ്സുള്ള കുട്ടിക്ക് 18 വയസ്സായി വരുമ്പോൾ അവൻ കാണുന്നത് വികസനം മാത്രമാണ്. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു ചരിത്രം എന്താണെന്നുള്ള അവനെ പഠിപ്പിച്ച് കൊടുക്കേണ്ടിയിരുന്നു, അത് കൊടുത്തില്ല. അല്ല ഭാവിയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി അവനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ യൂത്തിനിടയിൽ പ്രത്യേകിച്ച് അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വികസനവുമായി ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് നമുക്ക് കഴിയാതെ വന്നു എന്നുള്ളത് വസ്തുതയാണ്.